രാവിലെ 10 മണി കഴിഞ്ഞാൽ കനത്ത ചൂടാണ്. അത് ഏകദേശം 3-4 മണി വരെ നീണ്ടു നിൽക്കുകയാണ്. സംസ്ഥാനത്ത് ചൂട് കുത്തനെ കൂടുകയാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ റെഡ് അലർട്ടാണ്. അൾട്രാവയലറ്റ് സൂചിക 11 രേഖപ്പെടുത്തിയതോടെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ജനം ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, മഴയെങ്കിൽ കനത്ത മഴ, അതിൻ്റെ ദുരിതം, ഇപ്പോൾ കൊടും ചൂട്. കൃഷ്ണരാജ്, വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ വേനൽ മഴ ശക്തമാകുന്നു. രാവിലെ 10 മണി കഴിഞ്ഞാൽ വേനൽ കഠിനമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അൾട്രാവയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മേഖലയായി കൊട്ടാരക്കര, കൊല്ലം ജില്ല മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പിൽ പറയുന്നത്. ഇവിടെ 11 അൾട്രാവയലറ്റ് സൂചികയിൽ 11 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 8 മുതൽ 11 വരെയുള്ള അല്ലെങ്കിൽ 11 മുകളിൽ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. അതായത് നേരിട്ട് ശരീരത്തിൽ ചൂടേൽക്കരുത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ 8 മുതൽ 10 വരെ രേഖപ്പെടുത്തിയിട്ടുള്ള 5 ജില്ലകൾ കൂടി സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് പത്തനംതിട്ടയിലെ കോന്നിയിലും, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, ഇടുക്കിയിലെ മൂന്നാർ അടക്കമുള്ള മേഖലകളിലും, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലും 9-നും മുകളിലുമാണ്. അതായത് 8-നും 10-നും ഇടയിലുള്ള അൾട്രാവയലറ്റ് സൂചികയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടാതെ 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃശൂർ ജില്ലയിലെ ഒല്ലൂര്, ഒപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ തൃത്താല മേഖലയിൽ യെല്ലോ മുന്നറിയിപ്പാണ്. കോഴിക്കോട് ബേപ്പൂരും വയനാട് മാനന്തവാടി മേഖലയിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക. രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള വെയില് നേരിട്ട് ശരീരത്തിൽ ഏൽക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ നൽകുന്നത്. കൂടാതെ സൂര്യാഘാതം, സൂര്യതാപം ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തായാലും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാടിന് ശേഷം കൊല്ലം ജില്ലയിലെ പുനലൂർ മേഖലയിലാണ് കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി അൾട്രാവയലറ്റ് സൂചിക ഉയർന്നു നിന്നത്. പക്ഷെ അവിടെ നിന്നും ഇപ്പോൾ കൊട്ടാരക്കരയിലേക്ക് ഈ അൾട്രാവയലറ്റ് സൂചിക 11 മുകളിൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ വരുന്ന മുന്നറിയിപ്പുകളിൽ, ഇനി വരാനിരിക്കുന്ന ബുള്ളറ്റിനുകളിൽ കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാധ്യതകളും മുൻകരുതൽ റെഡ് അലർട്ടാണ്. ചൂടാണ്. നമുക്ക് മഴയിലായിരുന്നു ഇത്തരം മുന്നറിയിപ്പുകൾ എല്ലാവർക്കും പരിചിതമായിരുന്നത്. ഇപ്പോൾ ചൂടിലും അതേ മുന്നറിയിപ്പ് വരുന്നു. റെഡ് അലർട്ടാണ്. കൊട്ടാരക്കരയിൽ കൊടും ചൂടാണ്. അൾട്രാവയലറ്റ് രശ്മിയുടെ തോത് വളരെ കൂടുതലാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അപ്ഡേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.